ഒരേ ദിവസം ഇന്ത്യയിൽ സംഭവിച്ച രണ്ട് ഹൈക്കോടതി വിധികൾ. ഒന്ന്, ഒരു പീഡന കേസിലെ പ്രതിയുടെ ശിക്ഷ 6 മാസത്തേക്ക് മരവിപ്പിച്ചു. രണ്ടാമത്തേത്, ഒരു കേസ് പോലും ഇല്ലാതെ ഇന്ത്യയിലെ BJP ഭരണകൂടം തടവറയിലടച്ച ഒരു വിദ്യാർത്ഥിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനുള്ള തീയതി മാറ്റി. ഒന്നാമത്തെ സംഭവത്തിലേക്ക് വരാം. ഇതിലെ പ്രതി 2013 വ്യത്യസ്ത ബലാത്സംഗ കേസുകളിൽ 2 ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചു വരുന്നയാൾ. പേര് ആസാറാം ബാപ്പു. ഇന്ത്യയിലെ ഒരു സ്വയം പ്രഖ്യാപിത ആൾദൈവം. 16 വയസ്സുള്ള ഒരു മൈനറായ പെൺകുട്ടിയെയും ഒരു ആശ്രമ ഭക്തയെയും പീഡനത്തിനിരയാക്കിയ കുറ്റത്തിനാണ് ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നത്. ഗുജറാത്ത് ഹൈക്കോടതിയാണ് ഇയാളുടെ ശിക്ഷ ഇപ്പോൾ 6 മാസത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നത്. ജയിലിൽ മതിയായ ചികിത്സാ സൗകര്യങ്ങളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയുള്ള ആസാറാം ബാപ്പുവിന്റെ അഭിഭാഷകന്റെ വാദം മുഖവിലേക്കെടുത്താണ് 6 മാസത്തേക്കുള്ള ഇയാളുടെ ശിക്ഷ മരവിപ്പിക്കൽ. തീവ്രവാദ ബന്ധം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത വയോധികനായ സ്റ്റാൻ സ്വാമിക്ക് പൗരാവകാശം നിഷേധിച്ച അതേ ഭരണകൂടം തന്നെയാണ് ഒരു ആൾദൈവത്തിന്, അതും ബാലപീഡന കേസിലെ പ്രതിക്ക് ശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അതേ ഇന്ത്യയിൽ തന്നെയായിരുന്നു പാർക്കിൻസൺസ് രോഗം കാരണം കൈ വിറയ്ക്കുന്നത് കൊണ്ട് ഗ്ലാസ് എടുത്ത് വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുണ്ടായിരുന്ന സ്റ്റാൻ സ്വാമിക്ക് സിപ്പർ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകേണ്ടി വന്നതും. കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കുന്നതുവരെ പ്രതിയെ നിരപരാധിയായി കരുതണമെന്ന നീതിന്യായ വ്യവസ്ഥയിലെ പൊതു തത്വത്തിനു വേണ്ടി സ്റ്റാൻ സ്വാമിക്ക് തടവറയ്ക്കുള്ളിൽ നിന്ന് പോരാടേണ്ടി വന്നു. എന്നാൽ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതിന് മുമ്പ് തന്നെ തടവറയ്ക്കുള്ളിൽ സ്റ്റാൻ സ്വാമിക്ക് മരണമടയേണ്ടി വന്നു. ആസാറാം ബാപ്പുവിന്റെ ശിക്ഷ മരവിപ്പിച്ച അതേ ദിവസം തന്നെ മറ്റൊരു ഇരട്ട നീതിയും ഇന്ത്യയിലെ കോടതികളുടെ ഭാഗത്തു നിന്നും സംഭവിച്ചു. 2019 ദില്ലിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ സമരം ചെയ്ത JNUവിലെ ഗവേഷക വിദ്യാർത്ഥിയായ ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. 5 വർഷത്തിലേറെയായി തീഹാർ ജയിലിൽ തടവറയിലാണ് ഉമർ ഖാലിദ്. ഈ 5 കൊല്ലങ്ങൾക്കിടയിൽ ഒരു കുറ്റവും അദ്ദേഹത്തിനെതിരെ തെളിയിക്കാൻ പോലും പോലീസിന് സാധിച്ചിട്ടില്ല. അതായത് ഒരു കള്ളക്കേസ് പോലും ഉമർ ഖാലിദിന് മുകളിൽ കെട്ടിവയ്ക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്നാലും ആ ഗവേഷക വിദ്യാർത്ഥി ഇപ്പോഴും തടങ്കലിലാണ്. ഉമറിന്റെ ഗവേഷണ പ്രബന്ധത്തെക്കുറിച്ച് രാമചന്ദ്ര ഗുഹ ടെലഗ്രാഫ് പത്രത്തിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും മികച്ച ഡോക്ടറൽ പ്രബന്ധങ്ങളിൽ ഒന്നാണിത് എന്നാണ് ഉമർ ഖാലിദിന്റെ ഗവേഷണ പ്രബന്ധത്തെപ്പറ്റി രാമചന്ദ്ര ഗുഹ പറയുന്നത്. 2018 സമർപ്പിക്കപ്പെട്ട ഈ തീസിസ് ഒരു പുസ്തകമായി പുറത്തു വരേണ്ടതായിരുന്നു. അങ്ങനെ വരാത്തത് അതെഴുതിയ പണ്ഡിതന്റെ പേര് ഉമർ ഖാലിദ് എന്നായതുകൊണ്ടാണ് എന്നും ഗുഹ ലേഖനത്തിൽ പറയുന്നു. ക്രൂരമായ ഒരു ഭരണകൂടവും മന്ദഗതിയിലുള്ള നീതിന്യായ വ്യവസ്ഥയും കഴിവുള്ള ചരിത്രകാരനെ 5 വർഷത്തിലേറെയായി ജാമ്യം നൽകാതെ കുറ്റങ്ങൾ പോലും ചുമത്താതെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. തന്റെ ലേഖനത്തിൽ തുടർന്ന് രാമചന്ദ്ര ഗുഹ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: എനിക്കിങ്ങനെ എഴുതാനും ഗവേഷണം നടത്താനും കഴിയുന്നത് എൻ്റെ സ്വന്തം പേര് രാമചന്ദ്ര എന്നായതുകൊണ്ടാണ്, ഉമർ എന്നല്ലാത്തതുകൊണ്ടാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അന്തസ്സിനും ഭരണഘടനയുടെ മൂല്യത്തിനും നീതിന്യായ വ്യവസ്ഥയുടെ ധാർമ്മികതയ്ക്കും തീരാ കളങ്കമേൽപ്പിച്ചുകൊണ്ട് ഉമറിനെ പോലെ മറ്റു പലരും അനന്തമായി ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. നിഷേധിക്കപ്പെട്ട സ്വാതന്ത്ര്യം നൽകാനുള്ള മാന്യതയും ധൈര്യവും നിലവിലത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജഡ്ജിമാർ കാണിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്നാൽ സമകാലിക ഇന്ത്യയിൽ സംഭവിക്കുന്നതോ അതിന് വിപരീതമായ കാര്യങ്ങളും.